സാധാരണക്കാരന്റെ നെഞ്ചിൽ തീ കോരിയിട്ടുകൊണ്ട് രാജ്യത്ത് ഇന്ധനവില വർധനവിന് കളമൊരുങ്ങുന്നു. പശ്ചിമേഷ്യൻ യുദ്ധം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും പെട്രോളിനും ഡീസലിനും വൻ വില വർധനവ് ഉണ്ടാകുമെന്നാണ് സൂചന. ലിറ്ററിന് 5 രൂപ വരെ വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ മിതവ്യയ നിർദ്ദേശങ്ങൾ ഈ വിലക്കയറ്റത്തിനുള്ള മുന്നോടിയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന് $105 മുകളിൽ എണ്ണവില എത്തിയതോടെ തങ്ങളുടെ നഷ്ടം 1 ലക്ഷം കോടി രൂപ കടന്നുവെന്നാണ് എണ്ണ കമ്പനികളുടെ വാദം. വിദേശത്തു നിന്ന് വലിയ വില കൊടുത്ത് എണ്ണ ഇറക്കുമതി ചെയ്ത് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിൽ വിൽക്കാൻ കഴിയില്ലെന്ന് കമ്പനികൾ കേന്ദ്രത്തെ അറിയിച്ചു. ഈ നഷ്ടം നികത്താൻ വില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് ഇവരുടെ നിലപാട്. നിലവിലെ സാഹചര്യം പരിഗണിച്ച് കേന്ദ്ര സർക്കാർ ഇതിന് പച്ചക്കൊടി കാണിച്ചേക്കും. അതേസമയം വാഹന ഉടമകൾക്ക് മാത്രമല്ല വീട്ടമ്മമാർക്കും തിരിച്ചടിയുണ്ടാകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിലും 50 രൂപ വർധനവ് ഉണ്ടായേക്കും. ഇന്ധനവില വർധനവ് ചരക്കുകൂലി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും റോക്കറ്റ് പോലെ കുതിക്കും. അതായത് വരാനിരിക്കുന്നത് സാധാരണക്കാരന്റെ നടുവൊടിക്കുന്ന വിലക്കയറ്റത്തിന്റെ നാളുകളാണ്. അതേസമയം രാജ്യത്ത് ഏകദേശം 60 ദിവസത്തേക്കുള്ള അസംസ്കൃത എണ്ണ സ്റ്റോക്കുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിവരം. യുദ്ധം കാരണം വിതരണ ശൃംഖല തടസ്സപ്പെട്ടാലും 2 മാസത്തേക്ക് പിടിച്ചു നിൽക്കാം. മിഡിൽ ഈസ്റ്റിലെ നീണ്ടുനിൽക്കുന്ന അസ്ഥിരത എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 നിന്ന് $126 ഉയർന്നത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് യുദ്ധം മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത് ആഗോള ഊർജ്ജ വിതരണത്തിന് ആഘാതത്തിന് കാരണമായിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അവശ്യവസ്തുക്കളുടെയും ഊർജ്ജത്തിന്റെയും വിതരണം കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും വിതരണ ശൃംഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായി രൂപവൽക്കരിച്ച ഇൻഫോർമൽ എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് യോഗത്തിന് പിന്നാലെയാണ് രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഊർജ്ജ വിതരണ ശൃംഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ചും അവശ്യവസ്തുക്കളുടെ ആഭ്യന്തര ലഭ്യതയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി IGOMന്റെ 5ാമത്തെ യോഗം ഇന്ന് ചേർന്നുവെന്ന് സാമൂഹിക മാധ്യമമായ Xൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം അറിയിച്ചു. എല്ലാ അവശ്യവസ്തുക്കളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് നല്ല പ്രവർത്തനങ്ങളാണ്. വിതരണ ശൃംഖലയിൽ ക്ഷാമമോ തടസ്സങ്ങളോ ഉണ്ടാകുന്നത് തടയാൻ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിനാൽ ജനങ്ങളോട് ശാന്തരായിരിക്കാനും പരിഭ്രാന്തരാകാതിരിക്കാനും അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.